ഇപ്പോൾ PA മുഹമ്മദ് റിയാസ് ദീപക് തർമ്മടത്തോടൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് മുഹമ്മദ് റിയാസ് ആൻഡ് ദീപക് തർമ്മടം. വെരി ഗുഡ് മോർണിംഗ് SKN. റിയാസ് ഭയങ്കര ഹാപ്പി ആയിരിക്കുകയാണ്. SKN പ്രത്യേകം ഗുഡ് മോർണിംഗ് പറഞ്ഞു. SKN ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ SKN ആദ്യം തന്നെ റിയാസിനോട് ചോദിക്കാനുള്ളത്, ഇന്ന് ചിരിദിനമാണ്. നാളെ ഇടതുമുന്നണിക്ക് ചിരിക്കാൻ കഴിയുമോ? ഇടതുമുന്നണി ഇന്നും ചിരിക്കുന്നുണ്ട്, ഇന്നലെയും ചിരിച്ചു, നാളെയും ചിരിക്കും. അതിൽ കുഴപ്പമൊന്നും വരില്ല. അത്രമേൽ കോൺഫിഡൻ്റ് ആണ് ഭരണ തുടർച്ച? കോൺഫിഡൻ്റ് ആണ്, അതൊരു സംശയമില്ല. എന്താ ഇങ്ങനെ ഇത്രയും കോൺഫിഡൻ്റ് ആവാനുള്ള കാരണം ന്യൂനപക്ഷ ഈ ക്രോഡീകരണം നടന്നു, ഭരണവിരുദ്ധ വികാരമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം നാട്ടിൽ ശക്തമായി നടക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാവും. പ്രചരണം വോട്ടാവില്ലല്ലോ. ഇവിടെ ന്യൂനപക്ഷം എന്നല്ല, എല്ലാ ജനവിഭാഗങ്ങളും ഭരണത്തെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എക്സിറ്റ് പോളിലും ഭരണവിരുദ്ധ വികാരമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. എക്സിറ്റ് പോളിൽ പറയുന്നില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? കാരണം ഏറ്റവും ആദ്യം പറയുക എക്സിറ്റ് പോളിലാണല്ലോ ആളുകളോട്. അപ്പോൾ പൊതുവേ LDF ഭരണം തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ LDFൻ്റെ MLAമാരും നല്ല പെർഫോമൻസാണ് പൊതുവേ നടത്തിയത്. സ്ഥാനാർത്ഥികൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു 4 മുതൽ 5% വോട്ട് MLAമാരുടെ പ്രവർത്തനം, സ്ഥാനാർത്ഥി പ്രവർത്തനം ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊതുവെ പ്ലസ്സായി വരും. അത് ഒരു നിഷ്പക്ഷമായ വോട്ട് അങ്ങനെ കുറേ വരും. അപ്പോൾ നല്ല വിജയം ഉണ്ടാവും. ഈ മലബാറിൽ പൊതുവെ ന്യൂനപക്ഷ ഏകീകരണം നടന്നാൽ ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകേണ്ടതാണ്. നമ്മൾ മലബാറും തെക്കൻ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എങ്ങനെ എത്രമാത്രം സേഫ് സോണാണ്? അങ്ങനെ ഒരു ഏകീകരണം ഒന്നും ഇവിടെ ഇല്ലയെന്ന്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റി 50%-ലധികമുള്ള കേരളത്തിലെ അപൂർവ മണ്ഡലങ്ങൾ, 10-13 മണ്ഡലം, അതിലൊരു മണ്ഡലത്തിൻ്റെ LDF സ്ഥാനാർത്ഥിയാണ് ഞാൻ. അവിടെ എല്ലാ ജനവിഭാഗവും, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ എല്ലാ ജനവിഭാഗവും LDFനോടൊപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ടല്ല ഇത്ര ആത്മവിശ്വാസത്തിൽ 2021 സർവ്വകാല റെക്കോർഡ് വോട്ട് 82,000-നേക്കാൾ കൂടുതൽ വോട്ട് നേടി LDF വിജയിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഏകീകരണമൊന്നും എവിടെയും നടന്നിട്ടില്ല. അതൊക്കെ വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ ഇടത്തും രാഷ്ട്രീയം പ്ലസ് സ്ഥാനാർത്ഥി ഇത് നോക്കി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. അതായത് ഭരണവിരുദ്ധ വികാരം എവിടെ ഉണ്ടായിട്ടില്ല, ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടില്ല. ഇത് രണ്ടും കോൺഫിഡൻസോടുകൂടി പറയാം. നാളെ നമുക്ക് കാണാമല്ലോ, അതിൽ നാളെ കാണാൻ പറ്റും. അതല്ലേ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്. ഈ ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി തല മുണ്ടനം ചെയ്ത് കമ്മലിട്ട് SM സ്ട്രീറ്റിലൂടെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത്തരം കാര്യങ്ങളോട് അതേ അർത്ഥത്തിൽ മറുപടി പറയാനില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് തെരഞ്ഞെടുപ്പ് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ദൈനംദിന പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. അത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നമ്മൾ മാത്രം അളക്കേണ്ടതോ കാണേണ്ടതോ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് തുടർന്ന് മുന്നോട്ട് പോകേണ്ടതാണ്. വ്യക്തിപരമായ അത്തരം രീതികളോട് പൊതുവേ തുടക്കത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല, എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വ്യക്തിഗതയ്ക്ക് മറുപടിയില്ല. അല്ല, അത് ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ. ഇതെല്ലാം ഇത്തരം പ്രസ്താവനകൾ, ഇത്തരം നീക്കങ്ങൾ ഒക്കെ ജനാധിപത്യത്തിൽ ജനമാണ് വിലയിരുത്തുക. ആ ജനത്തിൻ്റെ മനസ്സെന്ത് എന്ന് നന്നായി മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിലൊന്നും ഒരു തരത്തിലും പ്രയാസമില്ല. നമ്മുടെ ദീപക് ജിക്ക് അറിയാം, ഈ 5 കൊല്ലം വന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, ആ അധിക്ഷേപങ്ങളിൽ മൈക്രോ മൈനോറിറ്റിക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളൂ. മഹാഭൂരിപക്ഷവും ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അത് ജനങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ള 100% ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അയ്യോ ഇന്നിങ്ങനെ വന്നു എന്നാൽ ചാടിക്കറി മാധ്യമങ്ങളോട് വിശദീകരിച്ച് കളയാമെന്നൊരു രീതി എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കാനായിട്ട് താല്പര്യമില്ല. ഈ മറ്റൊന്ന് ഭരണ തുടർച്ച എന്നൊക്കെ പറയുമ്പോഴും അപ്പുറത്ത് മുഖ്യമന്ത്രി ചർച്ച സജീവമായി നടക്കുകയാണ്. 3 പേര് അവരുടെ ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ്. അതിനെങ്ങനെ കാണുന്നു? അല്ല, അത് എല്ലാ കാലത്തും കോൺഗ്രസ്സിലുണ്ടല്ലോ. ഞങ്ങളിതൊക്കെ നേരത്തെ പറഞ്ഞിട്ടില്ലേ? 10 കൊല്ലത്തെ ഞങ്ങളുടെ ഭരണത്തിൽ എവിടെയെങ്കിലും ഒരു തമ്മിലടി കണ്ടോ? ഇല്ലല്ലോ. 5 കൊല്ലത്തെ UDF ഭരണം നമ്മളത് കണ്ടതാണ്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം അത് ഒന്നും കൂടി ശരിവെക്കുന്ന സംഭവങ്ങളാണ് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ യഥാർത്ഥ ഒരു സ്ഥിതി ചിലയിടത്ത് പുറത്ത് വന്നത്. അപ്പം അത് UDFന് വോട്ട് ചെയ്ത വോട്ടർമാരിൽ പോലും നിരാശ ഉണ്ടാക്കി എന്നുള്ളൊരു വസ്തുതയാണ്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ 3ാം ടേമിൽ ഉണ്ടാവും. അല്ല, അത് വോട്ട് എണ്ണിക്കഴിഞ്ഞ് ഭൂരിപക്ഷം എന്തായാലും ലഭിക്കും. ഞങ്ങളുടെ CPIM-ഉം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ കമ്മിറ്റികൾ കൂടി LDF കൂടി ആരെയാണോ തീരുമാനിക്കുന്നത് അവർ മുഖ്യമന്ത്രി. നാളെ എന്തായാലും വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കും. അല്ല, അതെനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു. LDF ജയിക്കും, അത് പറയാൻ പറ്റും. SKN LDF ജയിക്കും, അത് പറയാൻ പറ്റും. ബാക്കിയെല്ലാം പാർട്ടി തീരുമാനിക്കും. ഇതാണ് മന്ത്രി റിയാസിൻ്റെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ റിയാസിൻ്റെ മറുപടി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.